വചനചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ലൂക്ക് ദ ഗോസ്പൽ ചാപ്റ്റർ 17 വേർഡ്സ് 11 ഓൺവേർഡ്സ്. 11 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നത്, യേശു കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശുനായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നുറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിൻ എന്ന് പറഞ്ഞു. പോവുകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണു വീണ് അവന് നന്ദി പറഞ്ഞു. എല്ലാവരും ഒന്ന് പറഞ്ഞു, മടങ്ങി വന്നു. കാൽക്കൽ വീണു അവന് നന്ദി പറഞ്ഞു. മടങ്ങി വന്നു, കാൽക്കൽ വീണു, നന്ദി പറഞ്ഞു. അവനോ ഒരു ശമരിയക്കാരനായിരുന്നു. 10 പേര് ശുദ്ധരായി തീർന്നില്ലയോ? 9 പേരെവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവനായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. എന്നോട് ചേർന്ന് പറഞ്ഞേ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവനായി ആരെയും കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞ്, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവനായി ആരെയും കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ ഈ വാക്യം പറഞ്ഞ്, മടങ്ങി വന്ന് കാൽക്കൽ വീണു അവന് നന്ദി പറഞ്ഞു. 2 വാക്യങ്ങളിൽ നിന്നും ഉള്ള ഒരു ചെറിയ ചിന്തയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. യേശു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകിയ വിടുതലുകൾ, ഉപകാരങ്ങൾ എണ്ണിയാൽ തീർക്കുന്നതിലും അധികമാണ്. നമ്മുടെ രോഗക്കിടക്കയിൽ, നമ്മുടെ ശയ്യയിൽ, രോഗശയ്യയിൽ നമ്മളെ താങ്ങിയവൻ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ കൈവിടാഞ്ഞവൻ, പ്രത്യാശയുടെ നങ്കൂരം നമ്മുടെ ഉള്ളിലിട്ട് നമ്മളെ വീണ്ടും ഒരു പുതിയ പൊൻപുലരിയിലേക്ക് കൈപിടിച്ച് കയറ്റിയവൻ, ശത്രു എവിടെയൊക്കെയോ നിന്നെയും എന്നെയും വെട്ടിയപ്പോൾ ആ വെട്ടലിനകത്ത് നീ തീർന്നു, വീണു, തകർന്നു എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് നമ്മളെ വീണ്ടും കിളിപ്പിച്ചവൻ, നമുക്ക് വേണ്ടി നാം ചോദിച്ചതിലും നനച്ചതിലും ഉപരിയായി പ്രവർത്തിച്ചവൻ, നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തിയവൻ, നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നമ്മളുടെ ചിറകുകൾക്ക് ശക്തിയെ പകർന്ന് നാം ഏതൊക്കെയോ ചുരച്ചെടിയുടെ കീഴിൽ തളർന്നപ്പോഴും നമ്മുടെ തോളിൽ തട്ടി കനലിച്ചുട്ട അടയും തുരുത്തിയിലെ വെള്ളവും തന്ന് അടുത്ത ഒരു ഓട്ടം നിനക്കൊണ്ടെന്ന് പറഞ്ഞ് നിന്നെ എഴുന്നേൽപ്പിച്ചവൻ, എത്രയോ 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 നന്മകൾ. നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, നമ്മളുടെ ശുശ്രൂഷകളാകട്ടെ, എല്ലാം അവൻ്റെ ദാനമാണ്. യേശു കർത്താവ് ചെയ്ത ഈ 2025 അവസാന 2 മാസമാണ്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി ഈ വർഷം തീരാൻ. നാം ദൈവപാദപീഠത്തിങ്കൽ ഇന്നലകളിൽ യാചിച്ചതും അപേക്ഷിച്ചതും ദൈവം നമുക്ക് ചെയ്തതുമായ ഉപകാരങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാണ്. എന്നാൽ ഈ ദൈവത്തിങ്കിലേക്ക് വന്ന് നന്മ പ്രാപിച്ച നമ്മളോട് ഒരു ചോദ്യം ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഉയർന്നു വരികയാണ്. അത് മറ്റൊന്നുമല്ല, യേശു കർത്താവിൻ്റെ അരികിൽ വന്ന 10 ആ കുഷ്ഠരോഗികൾ അവരുടെ ജീവിതത്തിൽ ഇനി ഒരു വിടുതലില്ല എന്ന് ചിന്തിച്ച വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവർ സൗഖ്യമായപ്പോൾ ഒറ്റ ഒരാൾ മാത്രം മടങ്ങി വന്നു.
യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു അവന് നന്ദി അർപ്പിക്കുക. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ മടങ്ങി വന്നു, കാൽക്കൽ വീണു, നന്ദി പറഞ്ഞു. അവൻ മടങ്ങി വന്നു, കാൽക്കൽ വീണു, നന്ദി പറയുന്നു. നമ്മളെല്ലാം തിരക്കുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. നമുക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ നിറവേറി മുൻപോട്ട് നമ്മളങ്ങ് ഓടുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ പകലിൽ, ഈ ദിവസങ്ങളിൽ, ഈ വർഷത്തിൻ്റെ അവസാനങ്ങളിൽ നമ്മളോട് കൃത്യമായി ഇടപെടുന്ന ഒരു ദൂത്: മടങ്ങി വരിക, കാൽക്കൽ വീഴുക, നന്ദി പറയുക. ഇന്നലകളിൽ അവൻ ചെയ്ത എല്ലാ നന്മകൾക്കുമായി, അവൻ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി അനേകർ ആലയത്തിൽ വന്നു, അനേകർ സൗഖ്യം പ്രാപിച്ചു, അനേകർ വിടുതലായി, അനേകർ ആ വിടുതൽ പ്രാപിച്ച് അവരുടെ വഴിക്ക് ഓടുകയാണ്, അവരുടെ ബിസി ലൈഫിൽ ഓടുകയാണ്. ഒരു ദിവസം അവൻ്റെ പാദത്തോടൊന്ന് ചേർന്നിരിക്കാൻ ആർക്കും സമയമില്ല. ജോലി ഇല്ലായിരുന്നു, ദൈവം ആ ജോലി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിയുടെ തിരക്കാ. ഇപ്പൊ പ്രാർത്ഥനയ്ക്കൊന്നും സമയമില്ല, ഉപവാസത്തിന് സമയമില്ല, ആമേൻ, വേർതിരിച്ചൊന്നിരിക്കാൻ സമയമില്ല. എന്നാൽ ഇവിടെ ആമേൻ ഒരാൾ ആ ഒരാൾ സഹോദര നിങ്ങളാകാം, ആ ഒരാൾ സഹോദരി നീയാകാം. സ്വർഗത്തിന് നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. സ്വർഗം നിന്റെ ജീവിതത്തിൽ എണ്ണമില്ലാതെ തന്ന ഓരോ നന്മകൾ, നീ എവിടെയൊക്കെയോ നിന്നയായി തീരുമെന്ന് ചിന്തിച്ചില്ലേ? നിന്റെ തലമുറ എവിടെയൊക്കെയോ തകർന്നു പോകുമെന്ന് നീ ചിന്തിച്ച ദിവസങ്ങളില്ലേ? എന്നാൽ അവിടെയെല്ലാം നിന്റെ രട്ടിനെ അഴിച്ചവൻ, നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റിയവൻ, അവൻ പറയുന്നു, മടങ്ങി വന്ന് കാൽക്കൽ വീണ് നന്ദി പറയുക. ഈ ദിവസങ്ങൾ ദൈവം അതാ ആഗ്രഹിക്കുന്ന. ഈ വർഷത്തിൻ്റെ അവസാനങ്ങളിൽ ഇനിയും എന്തില്ല എന്നുള്ള പരാതിയുമായിട്ടല്ല നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണ്ടേ. എന്തില്ല എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ മുന്നമേ നമ്മുടെ ദൈവം അറിയുന്നു, അല്ലേ? നമുക്ക് വേണ്ടത് അറിയുന്നു, നമുക്ക് എന്തില്ല എന്നൊക്കെ അറിയുന്നു. പക്ഷേ ദൈവം തന്നതിന് ഒന്ന് നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങി വന്നു, കാൽക്കൽ വീണു, നന്ദി പറഞ്ഞു. ആ ഒരുവനെ ആരും പറഞ്ഞൊന്നും കൊടുത്തില്ല അവന് നീ അങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ അവൻ്റെ ഉള്ളിൽ നന്ദിയുള്ള ഒരു ഹൃദയം. സങ്കീർത്തനക്കാരനും അങ്ങനല്ലേ പറയുന്നത്? 103-ാം സങ്കീർത്തനത്തിൽ, എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്, ഒന്നുപോലും മറന്നു പോകരുത്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാ, അവൻ മറക്കുന്നവനാ. ദൈവം ചെയ്ത നന്മകളെ മറക്കുന്നവരായിട്ടല്ല, മടങ്ങി വന്ന് കാൽക്കൽ വീണു നന്ദി പറഞ്ഞ ആ ഒരുവനിൽ നിന്റെ കുടുംബത്തെയും ദൈവം പ്രതീക്ഷിക്കുന്നു. ഈ 2025 ഈ അവസാന ദിവസങ്ങളിൽ ആ ഒരുവരിൽ നീയുമായി തീരട്ടെ. ഇദ്ദേഹം മടങ്ങി വന്നപ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാ: ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. ഈ അന്യജാതിക്കാരനല്ലാതെ, സ്തോത്രം, ഈ അന്യജാതിക്കാരനല്ലാതെ പ്രത്യേകിച്ച് വലിയതൊന്നും അവന് ദൈവത്തെക്കുറിച്ച് അറിയത്തില്ലായിരിക്കാം, വലിയ ഫിലോസഫി ഒന്നും അറിയത്തില്ലായിരിക്കാം. പക്ഷെ അവൻ്റെ ഒരു ക്വാളിറ്റി, അവൻ നന്ദിയുള്ളവനായിരുന്നു, നന്ദിയുള്ള ഹൃദയമുള്ളവനായിരുന്നു. യേശു പറയുക, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. ഈ ദിവസങ്ങളിൽ നന്ദിയില്ലാത്തവരായി, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വരാത്തവരായി, നമ്മുടെ തിരക്കുകളിലും നമ്മുടെ ബിസികളിലും നമ്മൾ അങ്ങനെ അങ്ങ് ഓടുന്നവരായി തീരാതെ, ദൈവം തന്നതല്ല നമുക്കെന്താ ഉള്ളത്, അതിനെല്ലാം നന്ദി പറയുന്നവരായി, ദൈവം തന്ന ആരോഗ്യത്തിന്, ദൈവം തന്ന ശബ്ദത്തിന്, ദൈവം തന്ന സമാധാനത്തിന്, ദൈവം തന്ന സന്തോഷത്തിന്, ദൈവം തന്ന ആമേൻ സമ്പത്തിന്, ദൈവം തന്ന എല്ലാത്തിനും ഒന്ന് നന്ദി പറയാൻ നമുക്ക് ഈ ദിവസത്തിൽ യേശുപ്പച്ചൻ്റെ പാദത്തിലോട്ട് മടങ്ങി വരാം. മടങ്ങി വന്ന്
കാൽക്കൽ വീണ് നമുക്ക് നന്ദി പറയാം. ആമേൻ. റോമാലേഖനം നാം പഠിക്കുമ്പോൾ പൗലോസ്ലീഗ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയം, അവർ ദൈവത്തെ ദൈവമെന്നറിഞ്ഞിട്ടും അവന് വേണ്ടതുപോലെ മഹത്വം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തെ ദൈവമെന്നറിഞ്ഞിട്ടും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഈ ഒരു വചനം ഇന്നലെയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചതാണ്. അന്യജാതിക്കാരനായ ആ ഒരുവനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. ഇത് നമ്മുടെ അപ്പൻ്റെ ഹൃദയമാണ്. ഇത് സ്വർഗത്തിൻ്റെ ശബ്ദമാണ്. യേശു അന്വേഷിക്കുകയാണ്, സ്വർഗം അന്വേഷിക്കുകയാണ്. എവിടെ എൻ്റെ മക്കൾ, എൻ്റെ നന്മ അനുഭവിച്ചവർ? എവിടെ എൻ്റെ വിടുതൽ പ്രാപിച്ചവർ? എവിടെ എൻ്റെ സൗഖ്യം ആമേനാമേ പ്രാപിച്ചവർ? എവിടെ എൻ്റെ നന്മകൾ പ്രാപിച്ചവർ? ഈ അന്യജാതിക്കാരനല്ലാതെ മഹത്വം കൊടുക്കാൻ, ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ല. എല്ലാവരും അവരുടെ തിരക്കിലാണ്, എല്ലാവരും അവരുടെ ബിസി ഷെഡ്യൂളാണ്, ഓടുകയാണ് അതിൻ്റെ പുറകിൽ. എൻ്റെ പാദത്തിൽ എൻ്റെ കൂടെ ഇരിക്കാൻ, ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ, വചനം ധ്യാനിക്കാൻ, ആലയത്തിൽ വരാൻ ആർക്കും സമയമില്ലല്ലോ എന്നുള്ളതാകരുത് ഈ ആണ്ടിൻ്റെ അവസാനത്തിൽ നമ്മളെ നോക്കി യേശു പറയുന്നത്. മറിച്ച് നമ്മളെ നോക്കി യേശു പറയുന്നത്, ആമേ ഇങ്ങനെയാകട്ടെ. ആ ഒരുവൻ അവൻ മടങ്ങി വന്നു, എൻ്റെ കാൽക്കൽ വീണു, ആമേ നന്ദി പറഞ്ഞു. മടങ്ങി വന്ന് കാൽക്കൽ വീണ് നന്ദി പറഞ്ഞ ആ ഒരുവനിൽ നമുക്കായി തീരാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത നന്മകൾ എത്ര! ഉടഞ്ഞു പോകേണ്ട ഞങ്ങളെ, തകർന്നു പോകേണ്ട ഞങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ മേഖലകളെയും എത്ര വെല്ലുവിളികൾ, എത്ര പൈശാചിക മേഖലകൾ, പോരാട്ടങ്ങൾ, എത്ര തന്ത്രങ്ങൾ, എത്ര മന്ത്രങ്ങൾ ആയതിൻ്റെ എല്ലാ നടുവിലും ഞങ്ങളെ സൂക്ഷിച്ച അപ്പനെ, കൺമണി പോലെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്ന പോലെ ഞങ്ങളെ മറച്ച അപ്പയെ, ഞങ്ങളുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി തന്നവനെ, ഞങ്ങളുടെ രട്ടഴിച്ചവനെ, ഞങ്ങളുടെ വിലാപം നൃത്തമാക്കിയവനെ, ഞങ്ങളുടെ രോഗശയ്യയിൽ ആണിപ്പഴുതേറ്റ കരം നീട്ടി ഞങ്ങളെ സൗഖ്യമാക്കിയവനെ, എല്ലാം ആമെ തീർന്നു അവസാനിച്ചു എന്ന് വഴി അടഞ്ഞ ഇടത്ത് ഞങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറന്നവനെ, മടങ്ങി വന്ന് കാൽക്കൽ വീണ് നന്ദി പറയാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആയതിനകത്തൂടെ പുതിയ നന്മകളിലേക്ക്, പുതിയ ആമേൻ ദൈവിക പദ്ധതികളിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് കയറ്റാൻ പോകുന്നത് ഓർത്തും നന്ദി. തിരുകരങ്ങളിൽ അങ്ങയുടെ ജനത്തെ സമർപ്പിക്കുന്നു. ഇന്ന് ജോയിനായ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചിരിക്കിയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആമേ, തിരുനാമം മഹത്വമെടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ചേർന്ന്